ഹലോ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണി, അതായത് എങ്ങനെയാണ് എൻ്റെ ഒരു പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ തരാനായിട്ട് മറക്കണ്ട. ഒരുപാട് കൂട്ടുകാരെ എനിക്ക് കിട്ടി ഇതിനകത്തൂടെ, യൂട്യൂബിലൂടെ. ഞാനും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് കമൻസ് ഇടുന്നവർക്കൊക്കെ തിരിച്ച് ഞാനും സബ്ബൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, എൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് 2023 ഏപ്രിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ അന്ന് ഞങ്ങൾ ഏപ്രിൽ, ഞാൻ മെയ് ആയപ്പോൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. മെയ് ആയപ്പോഴത്തേനും ഞാൻ തിരിച്ച് റിട്ടേൺ ജോലിക്ക് പോയി. പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 10 മാസമൊക്കെ കഴിഞ്ഞ് ഞാൻ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരികയാണ്. എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണ്, ഞാൻ ദുബായിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടുപേരും അത്രയും ഡിസ്റ്റൻസിൽ നിന്നിട്ട് തന്നെ കാര്യമില്ല. നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെ നിൽക്കണം എന്നുള്ള ബോധം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്തു, നാട്ടിൽ വന്നു. നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടി പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ പ്ലാൻ ചെയ്തു. നമ്മൾ പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനെ ഒന്നും കൺസൾട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളങ്ങനെ ട്രൈ ചെയ്തെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും, അതായത് കൺസീവ് ആകാനായിട്ട് പറ്റിയില്ല. ഒന്നും അങ്ങനെ 1 ഇയർ കടന്നു പോയി. 2024 4 ഓഗസ്റ്റൊക്കെ കഴിഞ്ഞു. 2023 കല്യാണം. ആ ഒരു സ്വപ്നം നമ്മുടെ സാഫല്യമായില്ല എന്ന് പറയാം. അപ്പോൾ ഇനിയും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഡോക്ടറിനെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബിലീവേഴ്സ് തിരുവല്ലയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറിനെ കാണാനായിട്ട് പോയി, കൺസൾട്ട് ചെയ്യാനായിട്ട്. അവിടെ നല്ലൊരു ഡോക്ടറായിരുന്നു, ശിൽപാൻ ബേബി എന്നാണ് പേര്. ആ ഡോക്ടറിനെയാണ് കൺസൾട്ട് ചെയ്തത്. അത് നമുക്ക് ചേച്ചിയുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ട്, ചേച്ചി അവിടെ വർക്ക് ചെയ്തത് കൊണ്ടൊക്കെ ആ ഡോക്ടറിനെ നമ്മൾ മെയിനായിട്ട് ചേച്ചിയാണ് നമ്മളെ സജസ്റ്റ് ചെയ്തത് ആ ഡോക്ടറിനെ കാണാനായി. അങ്ങനെ ഞാനവിടെ പോയി ഡോക്ടർ ആദ്യം സ്കാൻ ചെയ്ത് നോക്കി. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഒരു കുഞ്ഞ് സിസ്റ്റ് അവിടെ ഇരിപ്പുണ്ടെന്ന്. ആ ഓവറിയുടെ സൈഡിലായിട്ട്, എൻ്റെ റൈറ്റ് ഓവറിയുടെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നീർക്കെട്ട് പോലൊരു ഇത്. പക്ഷെ അത് നമ്മുടെ പ്രഗ്നൻസിയെ ബാധിക്കത്തില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതവിടെ ഇരിക്കുന്നത് ഓവുലേഷൻ നമുക്ക് എല്ലാ സ്ത്രീകൾക്കും അറിയാമല്ലോ. നമ്മുടെ പീരിയഡ്സ് കഴിഞ്ഞ് ഇത്ര ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഓവുലേഷൻ. ഓരോ സൈക്കിളുകാർക്കും ഓരോന്നാണ്. 28 സൈക്കിൾ ഉള്ളവർക്ക്, 35 സൈക്കിൾ ഉള്ളവർക്ക്, അങ്ങനെ പല ഡേറ്റിലാണ് ഓവുലേഷൻ നടക്കുന്നത് അല്ലേ. 7 ദിവസത്തേന് അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓവുലേഷൻ്റെ കറക്റ്റ് ഡേറ്റ് നമുക്കറിയില്ല. അതായത് എനിക്കാണെങ്കിൽ ഒരു 35-30 ആ സൈക്കിളാണ് എൻ്റെ പീരിയഡ് സൈക്കിൾ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് നമുക്ക് എന്ത് പറ്റും, നമുക്ക് ഓവുലേഷൻ ഡേയ്സിലാണെന്നും എനിക്കറിയില്ല. അപ്പം നമ്മൾ റോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ്, അതിൽ ഓവറായിട്ടുള്ള ഡേയ്സിലാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്തിട്ട് യാതൊരു തര പ്രയോജനങ്ങളുമില്ല. നമ്മളൊരു ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ പീരിയഡ്സ് ഓഫ് ഡേറ്റ്, അതുപോലെ ഓവുലേഷൻ എപ്പോൾ നടക്കുന്നു, ഏത് ഡേയ്സിൽ നടക്കുന്നു. നമ്മൾ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കോണ്ടാക്ട് ചെയ്താലേ നമുക്കൊരു ബേബി ആകാനായിട്ട് വളരെ ചാൻസ് ഉള്ളൂ. അല്ലാത്ത ടൈമിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് യാതൊരു തര കാര്യവുമില്ല. അപ്പോൾ ഇതൊക്കെ അറിയണേ നമുക്കൊരു ഡോക്ടർ സ്കാൻ ചെയ്ത് കറക്റ്റ് അവർക്കറിയാൻ പറ്റും നമുക്ക് ഓവുലേഷൻ ഈ സമയത്ത് നടക്കുന്ന ആ ഒരു എഗ്ഗിൻ്റെ വളർച്ച, എഗ്ഗ് റിലീസ് ചെയ്യുന്ന ഓവറിൽ നിന്ന് വരുന്ന പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ഡോക്ടേഴ്സിനാണ് അറിയുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് അങ്ങനെ എൻ്റെ നോക്കിയിട്ട് ഡോക്ടർ എന്നെ പറഞ്ഞു വിട്ടു ഹോസ്പിറ്റലിൽ നിന്ന്. എന്നിട്ട് പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഇനി നമുക്ക് ഓവുലേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് പീരിയഡ്സ് കഴിഞ്ഞ് 4ാമത്തെ ദിവസമോ അങ്ങനെ അങ്ങോട്ട് വരണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞ് അന്ന് നോക്കി. അപ്പോൾ എഗ്ഗിൻ്റെ വളർച്ച, അതായത് എങ്ങനെ ഓവുലേഷൻ നടക്കുക, എഗ്ഗിൻ്റെ വളർച്ച നോക്കി. പിന്നെ അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കി ഒരു ഡേറ്റ് നമുക്ക് തരുമായിരുന്നു. നമുക്ക് ഈ ഒരു ഡേറ്റിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യൂ, അപ്പോൾ ഈ ഒരു ഡേറ്റിലാണ് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നതെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട്
ഡോക്ടർ പറഞ്ഞു തന്നു. ആ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫോളിക് ആസിഡും ടാബ്ലറ്റും എടുക്കാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഫോളിക് ആസിഡ് ടാബ്ലറ്റും എടുത്തു. വേറെ ടാബ്ലറ്റുകളൊന്നുമില്ല. എല്ലാവരും നോർമലി കഴിക്കുന്നതാണ് ഫോളിക് ആസിഡ് അല്ലേ. അപ്പം അത് കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹോർമോണിൻ്റെ ടെസ്റ്റുകൾ, ഹസ്ബൻഡിൻ്റെ ഹോർമോൺ ടെസ്റ്റുകൾ, ഇതെല്ലാം നോക്കി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാം തന്നെ നോർമലാണ്. നമുക്ക് ലേഡീസിനാണ് കൂടുതലും ഓവുലേഷൻ്റെ പ്രശ്നങ്ങൾ. ചിലർക്ക് ഓവുലേഷൻ നടക്കാത്ത കണ്ടീഷൻസ് ഉണ്ടാവാം. ചില മാസങ്ങൾക്ക് നടക്കില്ല, ചില മാസങ്ങളിൽ നടക്കും. ചില മാസം ഒരു മാസം ചിലപ്പം റൈറ്റ് ഓവറിൽ നിന്നാണെങ്കിൽ പിന്നെ ലെഫ്റ്റ് ഓവറിൽ നിന്നായിരിക്കും നടക്കുന്നത്. അങ്ങനെ പല കണ്ടീഷൻ. അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് നമ്മൾ വീട്ടിൽ ഇരുന്ന് വെറുതെ പ്ലാൻ ചെയ്ത് നമുക്കായില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണും. എനിക്കതേ പറയാനുള്ളൂ. പിന്നെ ഓവുലേഷൻ നടക്കാൻ കുറേ ടിപ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഈ ഡേയ്സിൽ നമ്മൾ. പക്ഷേ ആദ്യത്തെ മാസം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഓഗസ്റ്റിലൊക്കെയാണ് പോയി ഡോക്ടറിനെ കാണുന്നത്. ഓഗസ്റ്റിൽ പോയി കണ്ടു. സെപ്റ്റംബറിലെ പീരിയഡ് സൈക്കിൾ കഴിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അതൊന്നും നടന്നില്ല. പിന്നെ ഒരു HCGയുടെ ഒരു ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹോർമോൺ ഓവുലേഷൻ നടക്കാൻ വേണ്ടി. അപ്പം ചില മാസങ്ങളിൽ എനിക്ക് ഓവുലേഷൻ തന്നെ നടക്കുന്നില്ല, ഇത് നടക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ആ ഒരു എഗ്ഗ് റിലീസ് ആവാനും എഗ്ഗ് ഓപ്പൺ, അതായത് അങ്ങനെ ഡിസംബർ മാസത്തിൽ ഞങ്ങൾക്ക് ഒരു ഇഞ്ചക്ഷനോടെ തന്നു. ആ ഇഞ്ചക്ഷൻ സക്സസ് ആയി എന്ന് പറയാം. ഒരു ഇഞ്ചക്ഷൻ എടുത്തു. അതിനുശേഷം ഇതുപോലെ ഇത്ര ഡേയ്സിൽ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു. ജനുവരി നോക്കിയപ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ഡിസംബറിൽ തന്നെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമൽ തന്നെ, നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന രീതി തന്നെ. പക്ഷേ നമ്മൾ ചില കേസുകളിൽ നമുക്ക് ഓവുലേഷൻ നടക്കാതിരിക്കാം, ചില കേസുകളിൽ നടക്കുന്ന ലേറ്റായിട്ടാണ്. അങ്ങനെയൊക്കെ പലതും നമ്മുടെ ബോഡിയിൽ ഓരോ ഹോർമോണിൻ്റെ ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ നോക്കുമായിരുന്നു. പക്ഷേ നമ്മൾ എന്തുകൊണ്ടും ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതിപ്പം ആദ്യം ഹസ്ബൻഡിന് പോകാൻ മടിയുള്ളവരാണെങ്കിൽ ആദ്യം നമ്മൾ തന്നെ പോയി കാണുക. കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഹോർമോൺ ചെക്കിങ് ഒരു പ്രശ്നമില്ലെങ്കിൽ മാത്രമേ ഹസ്ബൻഡിനെ ചെക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഓവുലേഷൻ്റെ ഡിലേ കാരണമാണ് നമുക്ക് ബേബി ആകാനായിട്ട് നമുക്ക് ഡിലേ ആയി വന്നത്. അപ്പോൾ എൻ്റെ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരു കുഞ്ഞിന് വേണ്ടി പ്ലാൻ ചെയ്ത്, ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച്, അങ്ങനെ ഒരു ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ട്, അങ്ങനെ ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ അതൊരു ഈസി വേയിൽ ഇങ്ങനെ പറഞ്ഞു പോകാം. പക്ഷേ ഓരോ ദിവസവും നമ്മൾ പോയി അവർ പറയുന്ന ഡേറ്റുകളിൽ പോയി ഓരോ പ്രാവശ്യവും പോയി ചെയ്യുമ്പം നമ്മൾ ഓരോ പ്രതീക്ഷകളൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഒരു മാസത്തിൽ തന്നെ 10-15 തവണ നമ്മൾ ഹോസ്പിറ്റലിൽ കയറേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അവർക്ക് ഓരോ ടെസ്റ്റ്, ഇന്ന് നമ്മുടെ ബോഡിയിൽ എന്ത് സംഭവിക്കുന്നു, നാളെ നമ്മുടെ ഓവറിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ നോക്കി, ഓവുലേഷൻ എന്നാണ് നടക്കുന്നത്,